ഹാലേലൂയ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയാണ് മനസ്സിലാക്കാനായി പോകുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത്? 50-ലധികം പ്രാധാന്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ് അന്യഭാഷ? അന്യഭാഷയെപ്പറ്റി കുറച്ചൊന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ചിന്തിക്കാം. ഹല്ലേലൂയ. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. ടങ്സിനായി ആഗ്രഹിക്കുന്നവരും ഇത് കാണുക. ഹല്ലേലൂയ. ടങ്സ് ഇല്ലാത്തവരെയും ദൈവം ടങ്സിനാൽ നിറയ്ക്കട്ടെ. എന്തിനാണ് ഞാൻ ടങ്സിൽ സംസാരിക്കുന്നത്? അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ അത്? പലരും ചോദിക്കാറുണ്ട്, ടങ്സിൽ സംസാരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടങ്സ് വേണമെന്ന് നിർബന്ധമാണോ? ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. എന്തിനാണ് ടങ്സിൽ ഇത്രയും പ്രാർത്ഥിക്കുന്നതിന് പ്രാധാന്യം? നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഒരുമിച്ച് ടങ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്. സൂമിലൂടെയൊക്കെ 1 മണിക്കൂർ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുമുണ്ട്, ടങ്സിൽ പ്രാർത്ഥിക്കണം, ടങ്സിനായി ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതെന്താണ് അതിൻ്റെ പ്രാധാന്യം? 50-ലധികം പ്രാധാന്യം എനിക്ക് പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ. 50-ലധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുഴുവനും ഇന്ന് പറയാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ആദ്യം ടങ്സിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവരും കാണുമല്ലോ ഇതിനകത്ത്, അഭിഷേകം ലഭിക്കാത്തവരും കാണും. അപ്പോൾ ടങ്സിനെ പറ്റി ചെറുതായി ഒന്ന് സംസാരിച്ച് എത്ര വിധം ടങ്സുകളാണുള്ളത് എന്ന് പറഞ്ഞ് തുടങ്ങാം. കഴിയുമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ടങ്സിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ബൈബിളിനകത്ത് നിന്ന് നമുക്കപ്പോൾ അതിലേക്ക് കടന്നു വരാം. എന്താണ് അന്യഭാഷ? പലർക്കും അറിയില്ല എന്താണ് അന്യഭാഷയെന്ന്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവർ എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചവരാണ്, എന്നാൽ അന്യഭാഷ ലഭിക്കാത്തവരുമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ടങ്സിനെ പറ്റി തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. എന്താണ് അന്യഭാഷ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരു ഭാഷയാണത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ അന്യഭാഷയെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മർക്കോസിൻ്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ കൂടിയിരുന്ന 120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവരുച്ചരിക്കുകയും ചെയ്തത് അത് അവർക്കറിഞ്ഞുകൂടാത്ത ഭാഷയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് തികച്ചും നമുക്കറിഞ്ഞുകൂടാത്തതായിരിക്കാം, എങ്കിലും മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്തതാവണമെന്നില്ല എല്ലാ ഭാഷയും. അപ്പോൾ അതിൽ പൗലോസ് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്യഭാഷയിലെ വകഭേദങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒന്നിച്ചൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ. അന്യഭാഷ 5 തരത്തിലാണ് മെയിനായിട്ടുള്ളത്. അന്യഭാഷ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് എല്ലാം ഒന്നാണെന്ന്. അത് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. പലർക്കും കൺഫ്യൂഷനുള്ള ഏരിയയാണ് ഈ ടങ്സ് എന്ന് പറയുന്നത്. 5 തരത്തിലാണ്. ഇത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. 1 കൊരിന്ത്യർ അതിൻ്റെ 14:10 നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 2 കളറിൽ അതിനെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യരുടെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ. അപ്പോൾ ഒന്നാമത്തത് അന്യഭാഷ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് മനുഷ്യരുടെ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യർ സംസാരിക്കുന്നതും നമുക്കറിഞ്ഞുകൂടാത്തതുമായ ഭാഷകളുണ്ട്. രണ്ടാമത്തത് ദൂതന്മാരുടെ ഭാഷകളാണ്. അപ്പോൾ മറ്റു മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിൽ നമുക്ക് സംസാരിക്കാനായി കഴിയും, ദൂതന്മാരുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാനായി കഴിയും. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ, ഇഫ് ഐ സ്പീക്ക് ഇൻ ദ ടങ്സ് ഓഫ് മെൻ ഓർ ഓഫ് ഏഞ്ചൽസ്. അപ്പോൾ ടങ്സ് ഓഫ് മെൻ, ടങ്സ് ഓഫ് ഏഞ്ചൽസ്, അങ്ങനെ 2 വിധത്തിലുള്ള ഭാഷകൾ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താനായി കഴിയും.
ടങ്സ് ഓഫ് മെൻ അത് പഠിക്കാനായിട്ട് നമുക്കൊരു വേദഭാഗം കൂടെ നമുക്ക് എടുത്താൽ 1 കൊരിന്ത്യൻസ് അതിൻ്റെ 14:10 കാണാൻ കഴിയുന്നത്, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധി ഉണ്ട്, അവയിൽ ഒന്നും തെളിവില്ലാത്തവയല്ല. അതായത് പലവിധ ഭാഷകൾ ലോകത്തിലുണ്ട്, പക്ഷേ അതൊന്നും മീനിങ് ഇല്ലാത്തവയല്ല എന്നാണ്. അതിനെല്ലാം അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അതാണ് മനുഷ്യരുടെ ഭാഷയെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏഞ്ചൽസിന് ഭാഷയുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും സംശയം തോന്നാറുണ്ട്. സങ്കീർത്തനങ്ങൾ 78 അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാം വണ്ണം ആഹാരം അയച്ചു എന്ന് നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78 നമുക്ക് കാണാനായി കഴിയും. അവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശക്തിമാന്മാരുടെ അപ്പം എന്ന് കാണുന്നിടത്ത് ഇംഗ്ലീഷിൽ മാൻ എയ്റ്റ് ദ ബ്രെഡ് ഓഫ് ഏഞ്ചൽസ് എന്ന് കാണാം. ദൂതന്മാരുടെ ഭക്ഷണമായിരുന്നു മന്ന അവർക്ക് കൊടുത്തത് എന്ന് കാണാം. അങ്ങനെ ദൂതന്മാർക്ക് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായും ദൂതന്മാർക്ക് എന്തും ഉണ്ടാവും, ഭാഷകളും ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ എടുത്തുകൊണ്ടുവന്നത്. പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാൽ. അപ്പം അന്യഭാഷ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? മനുഷ്യരുടെ ഭാഷയുണ്ട്, പിന്നെ ആരുടെയുണ്ട്? ദൂതന്മാരുടെ ഭാഷയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈബിളിലെ വേദഭാഗങ്ങളൊക്കെ എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് എഴുതി വെക്കാവുന്നതാണ്. ഹല്ലേലൂയ. ഇനി മൂന്നാമത് നമ്മൾ കാണാൻ കഴിയുന്നത് സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചാണ്. മൂന്നാമത് നമുക്ക് കാണാനായി കഴിയുന്നത്, പൗലോസ് പർദീസയോളം എടുക്കപ്പെട്ടപ്പോൾ, സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ പൗലോസ് പറയുവാണ്, ശരീരം കൂടാതെയോ ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ അവിടെ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് ഇവിടെ പൗലോസിനെ പറ്റി തന്നെയാണ് പറയുന്നത്. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അനുഭവം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് അവിടെ പങ്കുവയ്ക്കുകയാണ്. അപ്പം അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ പൗലോസ് സ്വർഗത്തിൽ കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ ഒരു ഭാഷയുണ്ട്. ഇപ്പോൾ പറഞ്ഞു മനുഷ്യരുടെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ, സ്വർഗീയ സ്ഥലങ്ങളിൽ ഉള്ള ഭാഷ. സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മൾ ഹാനോക്കിൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ 10 സ്വർഗങ്ങളോളം അവിടെ സംസാരിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത് 3 സ്വർഗങ്ങളെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ സ്വർഗീയ തലങ്ങളിലും ഓരോ ഭാഷ ഉണ്ട്. ഹല്ലേലൂയ. ദൂതന്മാരുടെ കാറ്റഗറിയിൽ തന്നെ ഓരോ കാറ്റഗറിയിലുള്ള ദൂതന്മാർക്കും ഓരോ ഭാഷകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇതൊക്കെയാണ്: മനുഷ്യരുടെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ, ഇപ്പോൾ പറഞ്ഞു സ്വർഗീയ സ്ഥലങ്ങളിൽ ഉച്ചരിക്കുന്ന ഭാഷകൾ. ഹല്ലേലൂയ. നാലാമത്തെ ഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് അറിയാത്തവരാണ് നമ്മൾ. നമുക്കറിയില്ല നമ്മുടെ ആവശ്യങ്ങൾ ശരിക്കും എന്താണെന്ന്, നമുക്കറിയില്ല ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്, നമുക്കറിയില്ല നാളേക്കുള്ള ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമ്മുടെ ബലഹീനത അതാണ്. ഹല്ലേലൂയ. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയാത്തപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അത് ഈ ഒരു കാറ്റഗറിയിലും പെടാത്ത ഒരു ഭാഷയാണ് പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതെല്ലാമാണ്? മനുഷ്യരുടെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ, സ്വർഗീയ സ്ഥലങ്ങളിലുള്ള വ്യത്യസ്തമായ ഭാഷകൾ. 4-മത്തത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലിരുന്ന് ഇൻ്റർസീഡ് ചെയ്യുന്ന ഭാഷ. 5-മത്തത് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഭാഷ. ഹല്ലേലൂയ. ദൈവം നമ്മിലൂടെ മറ്റുള്ളവരോടും
നമ്മോടും സംസാരിക്കുന്ന ഭാഷയുണ്ട്. അത് തികച്ചും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഭാഷയായിരിക്കും. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 28 അതിൻ്റെ 11 വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഫോർ വിത്ത് സ്റ്റാമറിംഗ് ലിപ്സ് ആൻഡ് അതർ ടങ് ഹി വിൽ സ്പീക്ക് ടു ദ പീപ്പിൾ. ഹല്ലേലൂയ. അപ്പോൾ ആംപ്ലിഫൈഡ് വെർഷനിൽ നമ്മൾ അത് വായിക്കുമ്പോൾ ദ ലോർഡ് വിൽ ടീച്ച് ദിസ് പീപ്പിൾ എന്ന് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒരു ഫോറിൻ ടങ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷ ഉപയോഗിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്നു. നമ്മിലൂടെ മറ്റുള്ളവരോടും സംസാരിക്കാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഭാഷ എന്ന് പറയുന്നത് മനുഷ്യർക്കറിയാവുന്ന ഭാഷയാകണമെന്നില്ല, ദൂതന്മാർക്ക് അറിയാവുന്ന ഭാഷയാകണമെന്നില്ല, സ്വർഗീയ സ്ഥലങ്ങളിലുള്ള ഭാഷയാവണമെന്നുമില്ല. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് ഇൻ്റർസീഡ് ചെയ്യുന്ന ഭാഷയുമല്ല. ദൈവം നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെതായ ഒരു ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഓരോ മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവത്തിന് ഓരോ ഭാഷ വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. കർത്താവിന് ഒന്നിനും ഒരു കുറവുമില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ലാംഗ്വേജ് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി സംസാരിക്കാനായിട്ട് കർത്താവിന് കഴിയും. അപ്പോൾ പല ഭാഷകളിലും നമ്മൾ നോക്കുമ്പോൾ ഗോത്രവർഗ്ഗങ്ങളൊക്കെ താമസിക്കുന്നിടത്ത് ശരിക്കും റിട്ടൺ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. അവർ സംസാരിക്കുന്ന ഭാഷകൾ അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സ്ക്രീനൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഞാൻ 5 കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ, ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷകൾ. ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എല്ലാ ദൂതന്മാരും കൂടി ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. ഞാൻ ഏഞ്ചൽസിനെ കുറിച്ച് തീർച്ചയായും അടുത്തൊരു ക്ലാസ് ഇടുന്നതാണ്. നമ്മൾ ഏഞ്ചൽസിനെ കുറിച്ച് മനസ്സിലാക്കണം, സാറാഫിമിനെ കുറിച്ച് മനസ്സിലാക്കണം, ഒഫാമിനെ കുറിച്ച് മനസ്സിലാക്കണം, ഇനി ഗാർഡിയൻ ഏഞ്ചൽസിനെ കുറിച്ച് മനസ്സിലാക്കണം, നമ്മുടെ കൂടെ മിനിസ്റ്ററിങ് ഏഞ്ചൽസിനെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഏഞ്ചൽസിനെ കുറിച്ച്. അതിലുള്ള ഓരോ ഗ്രൂപ്പ് ഏഞ്ചൽസിനും ഓരോ ലാംഗ്വേജ് ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ അത് ശരിക്കും സ്വർഗത്തിലെ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യുന്ന ഒരു രീതി കൂടെയാണത്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ ഇടങ്ങളിൽ ഓരോ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ലാംഗ്വേജിലല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്വർഗീയ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യരുടെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ. മൂന്നാമതായി നമ്മൾ എന്താണ് പറഞ്ഞത്? മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? സ്വർഗീയ തലങ്ങളിലുള്ള ഭാഷ. നാലാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ഭാഷയുണ്ട്. പിന്നെ എന്താ പറഞ്ഞേ? ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഭാഷ. ഹല്ലേലൂയ. അപ്പം ഇത്രയുമാണ് 5 തരം ഭാഷകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മനുഷ്യരുടെ ഭാഷയിലായിരിക്കാം സംസാരിക്കുന്നത്. ഈ ലോകത്തിലുള്ള മുഴുവൻ ഭാഷയും നമുക്കറിയാമോ? അറിയത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ദൂതന്മാരുടെ ഭാഷയിലായിരിക്കാം സംസാരിക്കുന്നത്. അതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സ്വർഗീയ സ്ഥലങ്ങളിലുള്ള ഒരു ഭാഷയായിരിക്കാം നമ്മൾ പറയുന്നത്. ആ റലത്തിലുള്ള ഏഞ്ചൽസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ചില സമയത്ത് നമ്മൾ ബലഹീനമായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്നതാവാം. നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാവും. അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും? അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അന്യഭാഷയിൽ സംസാരിക്കുന്ന നമ്മൾ വ്യാഖ്യാന വരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതിലേതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മടുത്തു പോകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതിലേതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ മതിയാവൂ? വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിച്ചേ മതിയാവും.
വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിച്ച് ദൈവം വ്യാഖ്യാനം തന്നാലും അതിലും പല രീതിയിലാണ് നമുക്കത് ലഭിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ പല ഭാഷ മിക്സ് ചെയ്തിട്ടുണ്ടാവാം, നമുക്കത് അറിയില്ല. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ അറബി, ഹിന്ദി, സ്പാനിഷ് ഇതൊക്കെ മിക്സ് ചെയ്തിരിക്കുക, നമുക്കറിയാൻ പറ്റില്ല. എന്നാൽ ഈ ഭാഷ കേൾക്കുന്ന ആളിന് ഈ ഭൂമിയിലുള്ള ഭാഷയാണെങ്കിൽ മനസ്സിലാവും, അയ്യോ ഇത് ഇന്ന ഭാഷയാണ് സംസാരിക്കുന്നതെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ചില സമയത്ത് എൻ്റെ നാവിലൂടെ ദൈവം ദൂതന്മാരോട് കൽപ്പന കൊടുക്കുന്നതായിരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന ഇന്ന കാര്യങ്ങൾ പോയി ചെയ്യ എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ആ കാര്യങ്ങൾ ദൂതന്മാർക്ക് ദൂതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാലേ മനസ്സിലാവും. അവരുടെ ലാംഗ്വേജിൽ നമ്മുടെ നാവ് ഉപയോഗിച്ച് ദൈവം അവരോട് സംസാരിക്കുന്നു. ശരിക്കും ആത്മമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വിട്ട് പോരാനായിട്ട് പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പലർക്കും എന്താണ് ടങ്സിൻ്റെ ഉപയോഗം എന്ന് അറിയില്ല. എന്തൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയ ബോറാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങളിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് ആർക്കറിയാം? പരിശുദ്ധാത്മാവിന് അറിയാം. ഇപ്പോൾ കർത്താവേ എൻ്റെ ബലഹീനത ഇതാണ്, അയ്യോ എന്ന് നിലവിളിക്കേണ്ട, പ്രാർത്ഥിക്കുക. ടങ്സ് ഉള്ളവരാണെങ്കിൽ മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക. ഈ മുട്ടിന്മേലിരിക്കാൻ വയ്യെങ്കിൽ കസേരയിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് അതിൻ്റെ ഇടയിൽ കയറി നിന്ന് കർത്താവിനോട്, ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ബലം പകരാൻ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു സഹായി കൂടെ നമ്മുടെ കൂടെ ദൈവം തന്നിട്ടുണ്ടല്ലേ, നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഇത്ര വലിയൊരു പദ്ധതിയാണ് ദൈവത്തിൻ്റെതല്ലേ. പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരാൾ. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ ദൈവം പ്രത്യേകമായി നമ്മളോട് സംസാരിക്കാൻ ഒരുപക്ഷെ ഭൂമിയിലുള്ള ഒരു ഭാഷ തിരഞ്ഞെടുത്തെന്ന് വരാം, അത് പോസിബിളാണ്. പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യ ഭാഷ ദൈവത്തിന് തിരഞ്ഞെടുക്കാനായി പറ്റും. തീർച്ചയായും ആ ഭാഷ ആരോടാണോ ദൈവം സംസാരിക്കുന്നത് അയാൾക്ക് മാത്രമേ മനസ്സിലാവൂ. ഇപ്പോൾ ഇതിനകത്ത് ശുഭാ സിസ്റ്ററുണ്ട്. ശുഭാ സിസ്റ്ററിനോട് ദൈവം ഒരു ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ ആ ഭാഷ പൗലൂസ് പറയുകയാണ് മറ്റാരും തിരിച്ചറിയുന്നില്ലല്ലോ, അത് ഈ ഭാഷയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, മറ്റാരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നവിടെ എഴുതിയിരിക്കുന്നത് ദൈവം വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ്. ആ ഭാഷ മനുഷ്യർക്കും പിശാചിനും തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് വ്യാഖ്യാനപരം ലഭിക്കുന്നെങ്കിൽ ആദ്യം മനസ്സിലാകേണ്ടത് അതായിരിക്കണം. എനിക്ക് കർത്താവ് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായത് എന്നോട് ദൈവം പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജാണ്. വേറെ ഒന്നും മനസ്സിലാക്കാനൊന്നും ആദ്യം കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം പതിയെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യം എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവും എൻ്റെ ആത്മാവും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലവ് ലാംഗ്വേജാണ് എനിക്ക് ആദ്യം മനസ്സിലാക്കാനായി കഴിഞ്ഞത്. അവർ തമ്മിൽ സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുവാണ്. അതിന് തടസ്സമായിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഞാനാണ്, അല്ലെങ്കിൽ നമ്മളാണ്. നമ്മുടെ ആത്മാവിനെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും തമ്മിൽ പലപ്പോഴും കണക്റ്റ് ചെയ്യിപ്പിക്കാതെ നമ്മളാണ് മാറ്റി നിർത്തുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജഡം ബലഹീനമാണ്, കർത്താവിന് അറിയാം. നമ്മുടെ ആത്മാവിനും ദൈവത്തിൻ്റെ ആത്മാവിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സമയം വേർതിരിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, അന്യഭാഷ ലഭിക്കാത്തവരാണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഒക്കെ പറയുന്നത് അതിനു വേണ്ടിയാണ്. ഇനി നമുക്ക് പറയേണ്ടത് അന്യഭാഷയിൽ സംസാരിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു 10 കാര്യങ്ങൾ ഇന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഒരു 10 പോയിൻറ്റ്സ് പറയാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, നമുക്കറിയാമല്ലോ അല്ലേ,
കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അവൻ ആരോടാണ് സംസാരിക്കുന്നത്? ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പം അന്യഭാഷയിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് ദൈവത്തോട് സംസാരിക്കാനായി കഴിയും. ദാനിയേലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ മറുപടികളെ പിശാച് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അന്ന് അന്യഭാഷയിലല്ല ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്, ബുദ്ധി കൊണ്ടാണ്. എന്നാൽ ഇന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യാൻ പിശാചിന് കഴിയില്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? അവൻ ദൈവവുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുവാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവവുമായി ഡയറക്റ്റ് കണക്ഷനിലേക്ക് വരുവാൻ അന്യഭാഷ നമ്മളെ സഹായിക്കുന്നു. 2, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുന്നു. അന്യഭാഷ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുന്നു. ഈ ബന്ധം വർദ്ധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. എപ്പോഴും നമ്മളെ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് നിർത്താൻ ഈ അന്യഭാഷയ്ക്ക് കഴിയും. നിങ്ങൾ ഇന്ന് മുതൽ അന്യഭാഷ ഉള്ളവരൊന്ന് ചെക്ക് ചെയ്യണം, ഇല്ലാത്തവർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അന്യഭാഷ ഉള്ളവരെ ചെക്ക് ചെയ്ത് നോക്കണം. ഇന്ന് നിങ്ങൾ ഒരു ദിവസം മൊത്തം അന്യഭാഷ കിട്ടുമ്പോഴെല്ലാം സംസാരിക്കാമെന്ന്, അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ശുഭാ സിസ്റ്റർ അതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അനുഭവമുള്ളവർ ഇതിനകത്തുണ്ട്. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മളന്ന് ടങ്സിൽ പ്രാർത്ഥിച്ചാൽ ഭയങ്കരമായ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ശരിയാണോ സിസ്റ്ററെ? ആണ് അല്ലേ? അതെ, നല്ല ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായി കഴിയും നമ്മൾ ടങ്സിൽ സംസാരിക്കുന്നത്. അപ്പോൾ അന്യഭാഷ ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയും ആശ്രയം വർദ്ധിക്കുകയും ഒപ്പം സ്നേഹബന്ധം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു വ്യക്തി ആദ്യമായി കാണുന്നെങ്കിൽ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് എത്ര വിശ്വാസം ഉണ്ടാവും? എത്ര സ്നേഹം ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ലല്ലേ? കാരണം ആ വ്യക്തി ആരെന്ന് പോലും നിങ്ങൾക്കറിയില്ല. എന്നാൽ നിങ്ങൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചു, ഒരു 2 മാസം സംസാരിച്ചു, ആ വ്യക്തിയെ പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ആ വ്യക്തിയിൽ വിശ്വാസം വന്നു, ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കാനായി തുടങ്ങും. ഇനി 1 വർഷം സംസാരിച്ച് നിങ്ങളുടെ കൂടെ നടക്കുകയാണെങ്കിൽ കുറെ കൂടി ഒരു ഹൃദയബന്ധം വരും അല്ലേ? കുറച്ചുകൂടി വിശ്വാസം വരും, കുറച്ചുകൂടി സ്നേഹം വരും. അപ്പോൾ ഈ അന്യഭാഷയിൽ നമ്മളിങ്ങനെ സംസാരിക്കും തോറും ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? ആശ്രയം ഒന്നും കൂടി സ്ട്രോങ് ആവുന്നു. ആ ഒരു സ്നേഹബന്ധത്തിൽ നമ്മൾ ബലപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതൊക്കെ എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ എഴുതി വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കിത് മെമ്മറിയിലിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ എന്ന് പറയുന്നുണ്ട് മാർവൽ ബ്രദർ. ഓക്കെ, അനുഭവം ഉള്ളവർക്കായി സ്തോത്രം. ഇപ്പോൾ അനുഭവമില്ലാത്തവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നതിലൂടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നു. പൗലോസ് പറയുന്നു, ആത്മാവ് സംബന്ധിച്ച് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അകത്തെ മനുഷ്യന് ബലം ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പുറത്തെ മനുഷ്യന് ബലം ഉണ്ടാകുന്നു. അതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ എന്തുണ്ടാകുന്നു? ബലം ഉണ്ടാകുന്നു, ആത്മശക്തി ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 5ാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നിങ്ങളെ മാറ്റുന്നതിന് അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നു. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാറില്ലേ? പാട്ട് അല്ലേ, പ്രസംഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് അല്ലേ? എന്തിനാണ്? സ്വസ്ഥമായിരുന്ന് കേൾക്കാൻ, ഉപയോഗിക്കാൻ. അതുപോലെ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ്, സ്വർഗീയ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആവുമ്പോൾ അന്യഭാഷ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സറിയാനായിട്ട് നമ്മളെ ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഡൗൺലോഡ് ചെയ്ത് തരാനായിട്ട് പറ്റും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ
ആ ഡൗൺലോഡിങ് നടക്കും. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുക്കും പോലെ അത് നിങ്ങളുടെ വായിലൂടെ വരും, അല്ലെങ്കിൽ ഒരു പ്രവചനമായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അത് വരും. അത് ആ സമയത്ത് ഡൗൺലോഡിങ് നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി തരട്ടെ ദൈവം. അടുത്ത കാര്യം എന്ന് പറയുന്നത് അന്യഭാഷ തീനാവിനാലുള്ള ഭാഷയാണ്. പൈശാചിക മണ്ഡലം പേടിക്കുന്ന ഒരു ഭാഷയാണെന്ത് അന്യഭാഷ എന്ന് പറയുന്നത്. സാധാന്യ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഷയാണ് ഈ അന്യഭാഷ. അന്യഭാഷയുടെ വകഭേദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയുണ്ട്, അത് മനുഷ്യർക്ക് മനസ്സിലാകും. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2 കാണുന്നത്. അവർ അപ്പോസ്തലന്മാർ സംസാരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി. ഞാൻ ആ ഭാഷയെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്നതും അന്ധകാര മണ്ഡലങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ചില വാർഫെയർ ടങ്സുകളും പിശാചിന് മനസ്സിലാവാത്തതാണ്. പൈശാചിക ലോകത്തിന് മൊത്തം കൺഫ്യൂഷൻ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ടെറിറ്ററിക്കകത്ത് തീ പിടിക്കുന്ന അവസ്ഥകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകും. അതുകൊണ്ടാണ് വിടുതൽ വരാത്ത പല വിഷയങ്ങൾക്കും നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വേഗം വിടുതലുകൾ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അന്യഭാഷ ഇല്ലെങ്കിലും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകുന്നു. അതുകൊണ്ടാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് ചേർന്നിരുന്നാലെങ്കിലും ആ തീ നിങ്ങളിലേക്കും പടരുമെന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, നല്ല പോലെ കത്തുന്ന വിറകിൻ്റെ കൂടെ നനഞ്ഞ വിറകുകൊള്ളികൾ വെച്ചാൽ അതും കത്താനായിട്ടിടയാവും. അതുപോലെ എവിടെല്ലാമാണോ നിങ്ങൾ നനയപ്പെട്ടിരിക്കുന്നത്, തീ കത്താതിരിക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ കത്തുന്നവരുടെ കൂടെ ചേർന്നങ്ങ് കയറിയിരുന്നാൽ നമ്മളിലേക്കും ആ തീ പടർന്ന് കത്താനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥയുള്ളവരൊക്കെ ആത്മീയമായ കൂട്ടായ്മകളിൽ, ഒന്നുമില്ലെങ്കിൽ ഇതുപോലുള്ള സൂം മീറ്റിങ്ങുകളിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരോട് ഒത്തുചേർന്നിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളിലേക്കും ആ ആത്മശക്തി വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീരും. അടുത്ത കാര്യം, നമ്മുടെ ജഡത്തെ ജയിക്കാൻ അന്യഭാഷയിലെ പ്രാർത്ഥന സഹായിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജഡമോഹങ്ങളുണ്ടല്ലേ. നമ്മുടെ ജഡത്തിൻ്റെ ആയ മോഹങ്ങളുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇതെല്ലാവരിലും ഉണ്ട്. എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു പോയ ഒരു കാര്യമല്ല ഇത്. അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നമുക്ക് കഴിയുന്നു, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നു, ആത്മഫലമുള്ളവരായി മാറാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അകത്തെ ജഡമനുഷ്യൻ എന്ത് ചെയ്യുന്നു? പതിയെ പതിയെ ഡൗണായി വരുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ. അപ്പോൾ പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥന നമ്മുടെ ജഡത്തെ ജയിക്കാൻ നമ്മെ സഹായിക്കും. അടുത്ത കാര്യം, നമ്മുടെ ആത്മമനുഷ്യനെ എപ്പോഴും ജീവൻ ഉള്ളതാക്കാൻ അന്യഭാഷയിലെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഒരിക്കലും ഡെഡ് സ്റ്റേജിലോട്ട് അവൻ പോകത്തില്ല. ചിലരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങി കുറച്ച് സമയം അയ്യോ ശൂന്യത പോലെ, ഒരു ആത്മീയതയും ഇല്ല. പിന്നെയും കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും, പിന്നെ ഇങ്ങനെ ആത്മീയതയില്ല. അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടങ്സ് പ്രയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെഡിസിൻ പോലെ പറഞ്ഞു തരുന്നു. ഹല്ലേലൂയ. കയറി ഇറങ്ങി ജീവിതമുള്ളവരുണ്ടെങ്കിൽ, അതെ, ഒത്തിരി പേര് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ടങ്സ് ഇല്ലാത്തവർ പ്രാർത്ഥിക്കുക, ടങ്സ് ഉള്ളവർ നിർബന്ധമായും ടങ്സിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവർ നമ്മുടെ ആത്മമനുഷ്യനെ സദാസമയവും ജീവൻ ഉള്ളതാക്കി വെക്കാൻ, സജീവമാക്കാൻ ടങ്സ് പ്രയർ നമ്മളെ സഹായിക്കുന്നു. അന്യഭാഷയിലെ പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാലോ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ വായിൽ വന്നു. അത് പരിശുദ്ധാത്മാവ് തന്നതാണ്. ഇനി തിരിച്ച് പറയുമ്പോൾ അത് വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണെന്ന് പറഞ്ഞല്ലേ. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? ദൈവത്തോടുള്ള ബന്ധം
വർദ്ധിക്കുന്നു, ദൈവത്തോടുള്ള ആശ്രയം വർദ്ധിക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കാനായിട്ടിടയാകുന്നു, ദൈവത്തോടുള്ള സ്നേഹബന്ധം വർദ്ധിക്കാനായിട്ടിടയാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നു. പിന്നെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ അതേ മനസ്സുള്ളവരാക്കി നമ്മളെ മാറ്റുന്നു. പിന്നെ എന്താ നമ്മൾ പറഞ്ഞേ? നമ്മുടെ ആത്മമനുഷ്യനെ ദൈവവുമായുള്ള ബന്ധത്തിൽ എപ്പോഴും ജീവനുള്ളതാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. തീയുടെ ഭാഷയാണ് അല്ലേ? തീയുടെ ഭാഷയാണ് എന്ന് പറഞ്ഞു. ജഡത്തെ ജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പിന്നെന്താ? ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതാണ് അന്യഭാഷ എന്ന് പറഞ്ഞു. പിന്നെ പിശാചിന്റെ സാമ്രാജ്യത്തിന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അവന് മനസ്സിലാകാത്ത ഒരു ഭാഷയായതുകൊണ്ട് നമ്മുടെ ഭാഷ വേഗത്തിൽ മറുപടി കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ എന്തുവാണ്? കേട്ടില്ല. മാർവിൽ ബ്രദർ എന്താ പറഞ്ഞേ? കേൾക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അതെ, പിശാചിന്റെ ടെറിട്ടറികൾക്കകത്തേക്ക് തീ കത്തിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണത്. അപ്പോൾ അവൻ്റെ പദ്ധതികളെയും അവൻ്റെ സകല കോട്ടകളെയും തകർത്ത് കളയാനായിട്ട് അതിന് കഴിയുന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ടങ്സിന് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ധാരാളം പറയാനുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഏതു നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, ജാഗരിക്കണമെന്നാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കും? കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കും? ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിയിൽ ആലോചിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ അധികം ഡ്രൈവ് ചെയ്യേണ്ടി വരില്ല. കുക്ക് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബുദ്ധിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കരിഞ്ഞു പോകുന്നതാണ്. എന്നാൽ ടങ്സ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം അല്ലേ? ട്രാഫിക് ലൈറ്റിൽ റെഡ് ലൈറ്റ് കത്തിയാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് അല്ലേ? ടങ്സിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേ ആയിരിക്കാം. ബസ്സിൽ യാത്ര ചെയ്യുവാണെങ്കിൽ പ്രാർത്ഥിക്കാം അല്ലേ? നടക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കാം. മുമ്പ് കൊറോണ വന്ന സമയത്ത് എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മാസ്ക് ഉള്ളതുകൊണ്ട്. ആരും ഒന്നും അറിയില്ല. മാസ്ക് വെച്ച് അകത്ത് എന്തോ മനുഷ്യ ചുണ്ടനക്കുമ്പോൾ അറിയും ഇവര് എന്തോ പറയുകയാണ്, മന്ത്രമെന്ന് വിചാരിക്കും. മാസ്ക് ഉള്ളതുകൊണ്ട് ഒരു 2 വർഷക്കാലം വളരെ മനോഹരമായി എല്ലായിടത്തിരുന്ന് നമുക്ക് അന്യഭാഷ പറയാൻ എനിക്ക് പറ്റി. ഹല്ലേലൂയ. അപ്പം അതുപോലെ എവിടെ ഇരുന്നും ഏത് സമയത്തും നമുക്ക് അന്യഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ്. കാരണം എന്താണ്? ആ സമയത്തെ നീഡ് ദൈവത്തിന് അറിയാം, ബലഹീനത ദൈവത്തിന് അറിയാം. അവിടെ ഇരുന്ന് നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണും. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു സ്ട്രഗിളിലായ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കാനിടയായി, ദൂതന്മാരെ റിലീസ് ചെയ്യാനായിട്ട് ആ സമയത്ത് ഇടയാക്കിയ ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം. കാര്യങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന. ബുദ്ധിയിൽ നിന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബുദ്ധി അഫലമായിരിക്കുകയും ആത്മാവ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു. തെറ്റായ ഒരു പ്രാർത്ഥന പോലും നമ്മുടെ നാവിൽ നിന്ന് വരത്തുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? തെറ്റായ ഒരു പ്രാർത്ഥനയും വരത്തില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ശരിയായി മാത്രം നമ്മുടെ നാവിനെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നാവിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് കൈമാറുമ്പോൾ നമ്മുടെ നാവ് ശുദ്ധിയുള്ളതായിത്തീരും. പറഞ്ഞാട്ടെ, ഈ ടങ്സിലുള്ള ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ നാവിന് ശുദ്ധി വരും. ഹല്ലേലൂയ. പെട്ടെന്നുണ്ടാകുന്ന കോപം, പെട്ടെന്നുണ്ടാകുന്ന വേണ്ടാത്ത വാക്കുകൾ പറച്ചിൽ,
ഇതെല്ലാം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ മാറും. ഹല്ലേലൂയ. ദേഷ്യം വന്നാൽ അന്യഭാഷയെ വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അന്യഭാഷയല്ല, ഇത് വേറെ ഞാൻ പറയുന്നത്. ചിലരെ ദേഷ്യം വരുമ്പോൾ പല അന്യഭാഷകളും പറയാറുണ്ട്, അതല്ല. ദൈവികമായ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ ജയം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കോപം ഉണ്ടാകില്ല, പെട്ടെന്ന് ദേഷ്യം വരില്ല. ആ സമയത്തെല്ലാം ആത്മാവ് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് വേണ്ടി. നേരത്തെ പറഞ്ഞല്ലോ, ജഡത്തെ ജയിക്കാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം എത്ര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേ? 10 പറഞ്ഞു, 15 പറഞ്ഞു. ഇപ്പം എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. 15 11 11 പറഞ്ഞല്ലേ? സ്തോത്രം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മതി. അപ്പം ഇന്ന് അതെ 11. ഓക്കെ ശരി, പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 11 കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ ഇതെല്ലാം പഠിക്കുക, ദൈവശക്തിയാൽ നിങ്ങൾ നിറയുക. ബാക്കി 50ഓളം കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. ഉപകാരപ്രദമായോ? ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.